കഴിഞ്ഞ ദിവസം രാത്രിയാണ് കോഴിക്കോട് കോവൂരിൽ ഓടയിൽ വീണ മധ്യവയസ്കനെ കാണാതായത്. പിന്നീട് 2 കിലോമീറ്റർ അകലെ നിന്ന് കോവൂർ സ്വദേശി ശശിയുടെ മൃതദേഹം കണ്ടെത്തി. ഒരു ജീവൻ കൂടി ഓടയിൽ വീണ് പൊലിഞ്ഞതോടെ സുരക്ഷാ സംവിധാനത്തിലെ വീഴ്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്കാണ് പൊതുജനങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഇന്നലെ രാത്രി 8-നും 9 മണിക്കും ഇടയിലാണ് സംഭവം. ഈ ബസ് സ്റ്റോപ്പിൽ ഇവിടെയായിരുന്നു ശശി ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് ഈ പിൻവശത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ഈ ഒരു പ്രദേശത്ത് തിരച്ചിൽ നടത്തി. തൊട്ടു പിന്നാലെ ഫയർഫോഴ്സ് എത്തി, പോലീസ് എത്തി. ആ ഒരു തിരച്ചിൽ ഇന്ന് പുലർച്ചെ 1:30 വരെ നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്തൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. രാവിലെയും നാട്ടുകാർ തിരച്ചിലിനിറങ്ങി. ഇന്നലെ റോഡോളം പൊങ്ങി നിന്ന ജലനിരപ്പ് കുറഞ്ഞിരുന്നു. ശശിയെ കാണാതായ സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്റർ മാറി ഓടയിൽ തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ആൾ ഇവിടെ വന്നിരുന്നതാണ്. നല്ല മഴയായിരുന്നു. ഇവിടെ ഇരുന്നിട്ട് കയ്യെന്തോ വഴുതി വീണതായിരിക്കും തോന്നുന്നത്. നല്ല വെള്ളം ഉണ്ടായിരുന്നു. ആർക്കും അങ്ങനെ ഇറങ്ങാനൊന്നും കഴിയൂല. നല്ല വെച്ചാൽ ഈ ഭാഗത്തു നിന്ന് മെഡിക്കൽ കോളേജ് ഭാഗത്തു നിന്നൊക്കെയുള്ള വരുന്ന വെള്ളം കംപ്ലീറ്റ് ഈ ഡ്രെയിനേജിൽ കൂടിയാണ് പോകുന്നത്. നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇറങ്ങാൻ കഴിയൂല. പക്ഷെ ഞങ്ങൾ നോക്കിയായിരുന്നു, കിട്ടിയില്ല. പക്ഷെ നമ്മൾ നോക്കിയ അവിടെ ആ ഒരു പാടം വരത്തൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് ബോഡി ഇന്ന് രാവിലെ കിട്ടിയത്. അതേസമയം പ്രദേശവാസികൾ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. ഓടയ്ക്ക് സ്ലാബില്ലാത്തതും കൈവരികൾ സ്ഥാപിക്കാത്തതുമാണ് അപകടത്തിന് കാരണമെന്നാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഇക്കാര്യം ആവശ്യപ്പെടുന്നുവെന്ന് കോവൂർ കൗൺസിലർ സുരേഷ് കുമാർ. പൊതുമരാമത്ത് വകുപ്പാണ് ഇതിന് സ്ലാബ് നിർമ്മിക്കേണ്ടത്. PWDൻ്റെ റോഡാണിത്. ഇത് 10 വർഷം മുമ്പേ ഞങ്ങളെല്ലാം ആവശ്യപ്പെടുന്നതാണ്. ഈ ഡ്രെയിനേജിൽ ഇങ്ങനെ അപകടം വരാൻ സാധ്യതയുണ്ട്. അന്നത്തെ MLAൻ്റെ അടുത്ത് എല്ലാം തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. കൂടാതെ PWDയുടെ അടുത്തും ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ആവശ്യമായ ശ്രദ്ധ അന്ന് കൊടുത്തില്ല. അതാണ് ഇങ്ങനെ ഒരു അപകടം വരാനുണ്ടായ കാരണം. ഒളവണ്ണ പഞ്ചായത്തിലൂടെയും കോർപ്പറേഷനിലൂടെയും കടന്നുപോകുന്നതാണ് ഈ ഓട. ഇതിന്റെ അവകാശ തർക്കവും സ്ലാബ് ഇടുന്നതിന് പ്രതിസന്ധിയാകുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ PWD റോഡാണെന്നും ഇതിന്റെ നവീകരണത്തിനായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ടെന്നും ഓട നവീകരണം ഉൾപ്പെടെ ഇതിലുണ്ടാകുമെന്നും കൗൺസിലർ വ്യക്തമാക്കി. പക്ഷേ അത് ഇനിയും നീണ്ടുപോകരുതെന്നാണ് ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. കൗൺസിലറും പ്രദേശവാസികളും ഉന്നയിച്ച പരാതി ഗൗരവമുള്ളതാണ്. അപകടമുണ്ടായിട്ട് നടപടിയെടുത്തിട്ട് കാര്യമില്ല. അപകടമുണ്ടാകുന്നതിന് മുൻപാണ് നടപടിയെടുക്കേണ്ടത്. കോവൂരിൽ നിന്ന് ജയൻ കല്യാശ്ശേരിക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. കഴിഞ്ഞ 10 വർഷത്തിലധികമായി പ്രദേശവാസികൾ ഉന്നയിക്കുന്ന ആവശ്യമാണ് ഈ ഓടയ്ക്ക് സ്ലാബ് ഇടുന്നതും കൈവരികൾ സ്ഥാപിക്കുന്നതും. അപകടം ഒരു ജീവനെടുത്തിട്ടും അധികാരികൾ കണ്ണു തുറക്കാത്തത് എന്താണെന്ന് നാട്ടുകാർ ചോദിക്കുന്നു. പ്രതികരണങ്ങളിലേക്ക്. സ്ലാബ് ഉണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു കൈവരി നമ്മളൊരു അരയ്ക്കുള്ളൊരു കമ്പി പിന്നെ ഡ്രെയിനേജിൽ നേരെ കെട്ടിക്കഴിഞ്ഞാൽ ആർക്കും പിടിക്കാൻ തന്നെ കഴിയും. ഇതൊന്നും പിടിക്കാൻ നല്ലൊരു കൈവരി ഒന്നുമില്ല. അവിടെ തൊട്ട് ഇത് വരെയൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ തുറന്നു കിടക്കുന്നതുകൊണ്ടല്ലേ. 2014 മുതൽ ഞങ്ങൾ പറയാന്നല്ല, ഞാൻ എഴുതി കൊടുത്തതിൻ്റെ കൈയക്ഷരത്തിൽ എഴുതി കൊടുത്തതിൻ്റെ ലെറ്റർ പേഡ് എൻ്റെ കയ്യിലുണ്ട്. MLAക്ക് കൊടുത്തിരിക്കുന്നത്, MP ക്ക് കൊടുത്തിരിക്കുന്നത്. കൈവരീൻ്റെ പ്രശ്നം പറയുമ്പോൾ അതൊരു ഗുരുതരമായ പ്രശ്നമാണ്. പക്ഷേ നമ്മളെ പുഴമ്പുറം റോഡ്, ഇത് ഇവിടുന്ന് അങ്ങോട്ട് ഒളവണ്ണ പഞ്ചായത്തിൽ പുഴമ്പുറം റോഡുണ്ട്. അതിനിപ്പോൾ ഫുള്ള് കൈവരി വെച്ചിട്ടുണ്ട്. കൈവരി വെക്കാനുണ്ടായ കാരണം 2 ആൾ അവിടെ മരണപ്പെട്ടപ്പോൾ എല്ലാവരും ഒന്ന് ഉണർന്നു. ഓടത്തിൽ വീണ് മരണപ്പെട്ടപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഒരു താല്പര്യവും ഒക്കെ ആയി. അത് എല്ലാ ഉദ്യോഗസ്ഥന്മാരും പിന്നെ ജനപ്രതിനിധികളൊക്കെ ഉണർന്ന് അവിടെ കൈവരി വെച്ച്. ഇതിപ്പോൾ അതുപോലെ വെക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താ പറഞ്ഞാൽ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടായതിന് ശേഷം ഉദ്യോഗസ്ഥന്മാർ ഉണർന്ന് ചിന്തിക്കും എന്ന് നമ്മൾ ധരിക്കുക. ഓട കൈവരില്ലാത്തതിനാണ് ഒരു കാരണം. പിന്നെ സർക്കാർ ഈ തർക്കം ഒരു വിഷയമുണ്ട്. അതായത് ആ ഭാഗം കോർപ്പറേഷൻ, ഈ ഭാഗം പഞ്ചായത്ത് എന്നതിൽ കുറഞ്ഞൊരു ഏരിയയിൽ അത് കോർപ്പറേഷന് വേണ്ടതുപോലെ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല, പഞ്ചായത്ത് ഇടപെട്ടിട്ടില്ല. ലാൻഡ് അക്വിസിഷനുമായിട്ടുള്ള വിഷയങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. കാരണം ഇത് സർക്കാർ 7 കോടിയോ അങ്ങനെ കോടി നീക്കി വെച്ച ഒരു സ്ഥലമാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു കുറച്ച് ബുദ്ധിമുട്ട് ഗ്രാമപഞ്ചായത്തുകൾക്കുണ്ട്. കാരണം ആ ലാൻഡ് അക്വിസിഷൻ അക്വയർ ചെയ്യുമെന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് അതിൻ്റേതായ ഫണ്ട് ഇതിനകത്തേക്ക് നീക്കി വയ്ക്കാൻ വേണ്ടി പറ്റൂല. ഇപ്പോൾ തന്നെ സർക്കാർ ഇത് 18 മീറ്റർ നീക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയ വേണ്ടിയിട്ടുള്ള കുറ്റിയൊക്കെ അടിച്ച് സർവേ ചെയ്ത് പോയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തിന് കുറച്ച് അതിൻ്റെ അകത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു സ്ലാബ് ഇടാന്നതിനും അതേമാതിരി കൈവരി വയ്ക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ പ്രതികരണം അങ്ങനെയാണ് പുറത്തു വരുന്നത്. വാർത്ത കാണുന്ന പ്രേക്ഷകരും പ്രതികരിക്കുന്നുണ്ട്. അബ്രഹാം തോമസ് പറയുന്നത് തോട് പോലത്തെ ഓട, അദ്ദേഹത്തിന്റെ മരണത്തിന് അധികാരികൾ ഉത്തരവാദികളാണ് എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ പ്രേക്ഷക പ്രതികരണങ്ങൾ കൂടി ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഹസീന ഷാജി പറയുന്നത് ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടാൽ മാത്രമാണോ സുരക്ഷ ഒരുക്കുകയുള്ളൂ എന്നുള്ളതാണ് ചോദ്യം. അതിനു മുൻപേ ഇടപെടൽ ഉണ്ടാകണം എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്.